ഗോൾഡിൽ നമുക്ക് ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഗോൾഡിൽ ഒരു ഹയർ ലോ ഏരിയ ജസ്റ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു ട്രേഡ് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു ഹയർ ഹൈൻ്റെ മുകളിലായിട്ട് ടാർഗറ്റൊക്കെ വെക്കുന്ന രീതിയിൽ ചെയ്യാം. SL 1:10 അടുത്ത റേഞ്ചിലാണ് പ്ലാൻ ചെയ്യുന്നത്. ലിക്വിഡിറ്റി ഒരു ഹയർ ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് 33,44,895 എന്നുള്ള റേഞ്ചിൻ്റെ താഴേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കോൾ ഓപ്ഷൻ ഒരു ഗോൾഡ് ഒരു ബുള്ളിഷ് ട്രേഡിനാണ് പ്ലാൻ ചെയ്യുന്നത്, ബൈ ആണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് എൻട്രി ചാൻസ് വരണമെങ്കിൽ നമുക്ക് എന്താ പറയുക, മാർക്കറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ലോ വീണ്ടും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാം കേട്ടോ. ആ ഒരു ടാപ്പ് സ്വീപ്പ് ചെയ്ത ക്യാൻഡലിൻ്റെ ലോ വീണ്ടും എടുക്കുകയാണെങ്കിലും ഒന്നുകൂടി എന്താ പറയുക, അവിടെ തന്നെ എൻട്രി എടുക്കാം. ഇത് എനിക്ക് തോന്നുന്നത് സ്റ്റക്കായി തോന്നുന്നു സിസ്റ്റം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താ പറയുക, ആ ഒരു സ്വീപ്പ് ചെയ്ത ക്യാൻഡലിൽ ലോ എടുത്തിട്ടില്ല. ലോൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് വീണ്ടും പോയതാണ്. ലോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാമായിരുന്നു. ഇനി അതല്ല, നമുക്ക് നോക്കാം, പ്രൈസ് ആക്ഷൻ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, മാർക്കറ്റിനെ വീണ്ടും താഴേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുമ്പോഴായിരിക്കും വീണ്ടും നമ്മൾ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സമയം 5:20 ആവാനായി. നമ്മൾ ഓൾറെഡി ട്രേഡ് എടുത്തിട്ട് മീൻസ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് അരമണിക്കൂർ ആവാനായി. ഇതുവരെ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു ടാപ്പ് ചെയ്ത ക്യാൻഡിൽ താഴേക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ ആ ഒരു ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എൻട്രി കിട്ടില്ല. നമുക്ക് ട്രേഡ് നമ്മുടെ ടാർഗറ്റ് ഇത് ഹയർ ഹൈൻ്റെ മുകളിലാട്ടോ, 33,92, 300 സംതിങ് എന്നുള്ള റേഞ്ചിലാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്യാൻഡിൽ താഴേക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. അവിടെ 2 ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏതിൽ ട്രേഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മുകളിലും ട്രേഡ് ചെയ്യുക, താഴത്തേലും ട്രേഡ് ചെയ്യുക. ജസ്റ്റ് ചെറിയ ഡിഫറൻസല്ലേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം 5 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെടുത്താലും കുഴപ്പമില്ല. ഏതായാലും നമുക്ക് ബൈ ഓർഡറൊക്കെ റെഡിയാക്കി വെക്കാം. ഗോൾഡിലാണ് നമ്മൾ ഗോൾഡ് ബൈ ചെയ്യാനാണ് പ്ലാന്. 0.1 ലോട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എൻട്രി വന്നിട്ടുണ്ട് അല്ലേ? ഇല്ല, ക്യാൻഡലിൻ്റെ അടുത്തെത്തിയില്ല. നോക്കട്ടെ. ഓക്കെ, നമുക്ക് ബൈ ചെയ്യാം. നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ബൈ ഓർഡർ ക്ലിക്ക് ചെയ്യാം, കൺഫേം ബൈ ഓർഡർ കൊടുക്കാം. 0.1 ലോട്ടാണ് നമ്മൾ വാങ്ങിയത്. ഞാൻ പറഞ്ഞ പോലെ 2 എൻട്രി ഏരിയ ഉണ്ട്, തൊട്ട് താഴെയുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഈവൻ 5 പോയിൻറ്റ്സ് SL കൊടുത്ത് ചിലപ്പോൾ അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് മുകളിൽ പോയാലോന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 33,43 റേഞ്ചിലാണ്. അതായത് 4,400 ആയിരിക്കും ഈ ഒരു ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ വരിക. നമ്മുടെ ടാർഗറ്റ് 33,92 സംതിങ് ആണ്. നമുക്ക് അതിൽ 33,93 കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമുക്ക് എക്സിറ്റ് ചെയ്യാം. 39,000 അടുത്ത് പ്രോഫിറ്റ് വരും. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഇപ്പോൾ ഫിക്സ്ഡ് ആണ്. ഇനി നമുക്ക് പേടിക്കാനില്ല. നിഫ്റ്റി ബാങ്കിൻ്റെ ഇപ്പോൾ ഓപ്ഷൻസ് ചെയ്യുന്ന പോലെ പ്രീമിയം DK ഒന്നും ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ടാർഗറ്റ് അടിക്കുന്നതെങ്കിലും 2 ദിവസം സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് SL അടിക്കുന്നതെങ്കിലും ആ പോയിൻറ്റ്സിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻട്രി എടുത്തതിന് ശേഷം ജസ്റ്റ് മാറി നടന്ന് കുഴപ്പമില്ല. ഓക്കെ, സമയം 5:21 ആയിട്ടുള്ളൂ. 5:20 നമുക്ക് എൻട്രി വന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും, 33-43 റേഞ്ചിലെ 5 പോയിൻറ്റ്സ് ആണ്. നമുക്ക് 1:10 റേഞ്ചിലുണ്ട് ടാർഗറ്റ്. 10 ഇല്ല, 9 സംതിങ് ഉണ്ട്. 4,000 ആണ് നമ്മുടെ ലോസും. 39,000 അടുത്താണ്. അത് 1:9 എബോവ് ഉണ്ട്. 1,500 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ട്രേഡ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ലിക്വിഡിറ്റിന്ന് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിങ് സ്റ്റൈലാണ്. ഞാൻ ലിക്വിഡിറ്റിയിൽ എന്താ പറയുക, ഒരുപാട് കാലങ്ങളായിട്ട് ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതാണ്, ഒരു 3-4 വർഷങ്ങളായിട്ട്. അപ്പം ലിക്വിഡിറ്റി ഏതൊക്കെ ഏരിയകളിൽ ഉണ്ടാവും എന്നുള്ള ഒരു നല്ല ധാരണ എനിക്കുണ്ട്. മീൻസ് ഈവൻ പല ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി യൂസ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇന്നൊരു സ്ട്രാറ്റജിയാണോ ഇന്ന സിസ്റ്റമാണോ പലതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇതിൽ തന്നെ ഇഷ്ടം പോലെ ട്രേഡ്സ് ചെയ്തിട്ടുണ്ട് ഗോൾഡിൽ. അപ്പോൾ ഈ ഞാൻ 50,000 വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ 1,20,000 എത്തിയിട്ടുണ്ട്. അത് പലത് കുറേ SL ഉണ്ട്, കുറേ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും സ്കാൽപ്പിങ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ സ്ട്രാറ്റജികളൊന്നും അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലും ലിക്വിഡിറ്റി തന്നെയാണ് എൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നോർമലി എല്ലാവരും ബുള്ളിഷായിട്ട് അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അതൊരു ബെയറിഷ് ആയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. ഒരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ബെയറിഷ് ട്രേഡ് ആയിരിക്കും ഞാൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നെറ്റ് കട്ടായി തോന്നുന്നുണ്ട്. അപ്പോൾ നെറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ബുള്ളിഷ് ട്രേഡ് ഞാൻ എല്ലാവരും ചെയ്യുന്ന സമയത്ത് അങ്ങനെ, അതായത് ലിക്വിഡിറ്റി എവിടെയാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, സ്റ്റോപ്പ് ലോസ് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള വ്യൂവിലാണ് ഞാൻ പലപ്പോഴും ചെയ്യുക. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ചിലപ്പം അതിൻ്റെ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സമയത്തും മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഏരിയക്ക്, ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ടാവുമല്ലോ, അവരൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയകളിൽ നിന്നായിരിക്കും മിക്കവാറും എൻ്റെ ട്രേഡുകൾ. നോർമലി നമ്മൾ കാണുന്ന യൂട്യൂബിലും അല്ലെങ്കിൽ എവിടെ നോർമലി കാണുന്ന പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്ന സമയത്താണ് മിക്കവാറും ഞാൻ എൻ്റെ ഓർഡർ പഞ്ച് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു സ്കാൽപ്പിംഗ് ആണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോലായിരിക്കും എൻ്റെ ടാർഗറ്റ്. ചിലപ്പോൾ 4 പോയിൻ്റാണ് കിട്ടുന്നതെങ്കിൽ 2 പോയിൻ്റ് ആയിരിക്കും എൻ്റെ SL. 1:2 കുറഞ്ഞ ട്രേഡ്സ് എടുക്കാറില്ല ഞാൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്കാൽപ്പിങ്ങും ചെയ്യാറുണ്ട്, വലിയ ട്രേഡും ചെയ്യാറുണ്ട്. ഇതൊരു വലിയ ട്രേഡാണ്, വലിയ ടാർഗറ്റാണ്. വലിയ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, കാരണം 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വരെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത് ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മൊത്തത്തിൽ ട്രേഡ് ചെയ്യാറുള്ളത് എന്ന് കാണിച്ചത്. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് പോയിട്ട് വീണ്ടും ആ ലോസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മളെ ലോസ് ഫിക്സ്ഡ് ആണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാക്സിമം എനിക്ക് ഈ ട്രേഡിൽ സംഭവിക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ 4,300 രൂപ എനിക്ക് ലോസ് വരും. ടാർഗറ്റ് ആണെങ്കിൽ 38,000 എബോവ് എനിക്ക് ടാർഗറ്റും വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇനി ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു ട്രേഡ് വേണമെങ്കിൽ പഞ്ച് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ വേണ്ട, നമ്മുടെ റിസ്ക് എനിക്ക് 0.1 ലോട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്ക് 0.2 ലോട്ട് വരെ എടുക്കാനുള്ള ഇതുണ്ട് ഇപ്പം എനിക്ക്. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ 50,000 വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി തന്നെ ക്യാപിറ്റലിൻ്റെ ഡബിളിലധികം പ്രോഫിറ്റിലാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാലം 0.1 ലോട്ടാണ് ചെയ്തത്. 0.2 ലോട്ടിലേക്ക് മാറണം എന്നൊക്കെ, 0.15 അല്ലെങ്കിൽ 1.2 മാറണം എന്ന് പ്ലാൻ ഉണ്ട്. പക്ഷേ കുറച്ച് കേട്ടെ, ഇപ്പോൾ തന്നെ ഡയറക്റ്റ് പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. സാധാരണ 4,000 ലോസ് ഉള്ളത് 8,000 വരുമ്പോൾ ചിലപ്പോൾ എന്നെ ഈഗോ ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ആഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ബെറ്റർ. അപ്പോൾ ഒരു 1 മന്തും കൂടെ ഒക്കെ പ്രോഫിറ്റബിൾ ആയതിനു ശേഷം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്രോഫിറ്റബിൾ ആയ എനിക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതിന് ശേഷമൊക്കെ നോക്കാം ക്യാപിറ്റൽ കുറച്ച്, മീൻസ് ട്രേഡിൻ്റെ വോളിയൊക്കെ കൂട്ടി തുടങ്ങാം. നല്ല ഗോൾഡിൽ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് അടിപൊളിയായിട്ട് ട്രേഡ് കിട്ടുന്നൊരു, പലപ്പോഴും നല്ല ട്രേഡ്സ് കിട്ടാറുണ്ട്. ഏതായാലും ഈ ട്രേഡിന് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. സമയം 5:30 ആവാനായിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് ചെറിയ ലോസിലാണ് ഇപ്പം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെക്കൻഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. താഴെയുള്ള 2 IDXകൾ ഉണ്ടായിരുന്നു. ഞാൻ IDX യൂസ് ചെയ്തിട്ടാണ് ഈ ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് ആണ് ചെയ്യുന്നത് ഗോൾഡിൽ കുറച്ചും കൂടെ. അപ്പോൾ IDX ടാപ്പ് രണ്ട് IDX ഉണ്ട്. രണ്ടാമത്തെ IDX ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ്, ഇനി കുറച്ചും കൂടെ താഴേക്ക് വന്നാൽ 4,000 നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ട്രേഡിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സമയം 3:30 ആയിട്ടുണ്ട്, അതായത് 5-ാം തീയതി. നമ്മൾ 4-ാം തീയതി വൈകിട്ട് എടുത്ത ട്രേഡാണ്. ഇതുവരെ ടാർഗറ്റ് അടിച്ചിട്ടില്ല, SL അടിച്ചില്ല. ടാർഗറ്റിൻ്റെ തൊട്ടടുത്താണ്. ഇതിലൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ട്രേഡ് എടുത്തതിന് ശേഷം. രാവിലെ നമ്മൾ എന്താ പറയുക 30,000 വരെ പ്രോഫിറ്റ് പോയ സാധനം നമുക്ക് വീണ്ടും എന്താണ്ട് 15,000-ൻ്റെ താഴേക്ക് വന്നു. വീണ്ടും മാർക്കറ്റിൽ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഓവറോൾ അത്ര 30,000 പ്രോഫിറ്റ് ആയ സമയത്ത് കോസ്റ്റ് പ്രൈസിലേക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ടാർഗറ്റ് നമുക്ക് അടിച്ചിട്ടില്ല. ടാർഗറ്റ് നമുക്ക് 33.92.3 റേഞ്ചിലാണ് നമുക്ക് ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ആ റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത്, വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഒരു ട്രേഡ് എടുത്തതിന് ശേഷം, ഈ ട്രേഡ് ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പ് അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നോർമലി ഒരു ഹയർ ലോ ടാപ്പ് ചെയ്ത സമയത്ത് ഒരു അഗ്രസീവായിട്ടുള്ളൊരു എൻട്രിയാണ് എടുത്തത്. ഈ സെറ്റപ്പ് തന്നെ നിഫ്റ്റിയിലും ഞാൻ അധികം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചെയ്യുന്ന സിസ്റ്റം മാത്രമല്ല ഞാൻ ചെയ്യാറുള്ളത്. ലിക്വിഡിറ്റി എന്നുള്ള എല്ലാ ടൈപ്പ് കോൺസെപ്റ്റിലും ചിലപ്പോൾ സ്കാൽപ്പിങ്ങിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പല ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റീസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ
അതൊക്കെ ഗോൾഡിൽ ഞാൻ യൂസ് ചെയ്യാതെ ചെയ്ത് പഠിക്കുന്നുള്ളൂ. നമുക്ക് ഈ ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന രീതി എപ്പോഴും പലപ്പോഴും നോർമലി ഒരുപാട് തുടക്കക്കാർ ചെയ്യണതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പലപ്പോഴും. ആ രീതിയിലാണ് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ XNSൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ എന്താ പറയുക വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ XNS ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ആദ്യം തുടക്കത്തിൽ നിങ്ങൾ ഡെമോ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. ഡെമോ ട്രേഡ് ചെയ്തിട്ട് കുറച്ച് പഠിക്കാനുണ്ട്, എങ്കിൽ എത്ര ലോട്ടാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഓരോന്ന് എടുത്തെടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ സ്വയം പഠിച്ചോളൂ അതിൽ. ഓക്കെ, അങ്ങനെ ഡെമോ ട്രേഡ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരികയാണെങ്കിൽ, അതായത് ഒരു മാസമൊക്കെ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്ത് പഠിക്കുക. വലിയ സംഖ്യ ഒന്നും ഇടണ്ട, വളരെ ചെറുതിടുക. നമ്മളെപ്പോഴും ഒരു കൺസിസ്റ്റൻസി ട്രേഡിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, എന്താ പറയുക, സൈക്കോളജി, ഓവർ ട്രേഡിങ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ആവണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ആവണം വരെ വലിയ പൈസ കളയാതെ ട്രേഡ് ചെയ്ത് പഠിക്കുക. ഏതായാലും നമ്മുടെ ടാർഗറ്റ് ലെവൽ എത്തിയില്ല. ഓരോ ഫുൾ ബാക്കുകൾ അവിടെ നിന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നോക്കാം, നമുക്ക് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാതെ നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ മാർക്കറ്റ്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. അത് നമ്മുടെ ട്രേഡ് ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യാം. 33 ക്ലോസ് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആവും. ജസ്റ്റ് അക്സെപ്റ്റ് കൊടുത്താൽ മതി. നമ്മുടെ പൊസിഷൻ കട്ടായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 32.93 നമ്മൾ കൊടുത്തു വെച്ചിരുന്നത്. 92.35 മുകളിലേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. നമുക്ക് എക്സിറ്റ് കിട്ടിയത് 30, ഇവിടെ ക്ലോസ്ഡ് പൊസിഷനിൽ കാണാം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് 38,975 കിട്ടി. നമുക്ക് 3392.4 എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി 39,000 അടുത്ത് പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിലൊരുപാട് ട്രേഡ്സ് ചെയ്യാത്തിട്ടുണ്ട്. നമ്മൾ പ്രോഫിറ്റ് മാത്രമല്ല, ഇഷ്ടംപോലെ ലോസുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ലോസ് വരുന്ന സമയത്ത് ചെറുതായിട്ട് എന്താ പറയുക, ലോസ് ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഓർഡേഴ്സ് കാണിച്ചിട്ടുണ്ട്, കുറേ ട്രേഡ്സ് കണ്ടോ, ഒരുപാട് ട്രേഡ്സ് ഉണ്ട്. ചെറുത് അപ്പോൾ ലോസ് വരുമ്പോൾ എപ്പോൾ ശ്രദ്ധിച്ചോ, 3,000, 4,000, പ്രോഫിറ്റ് വരുമ്പോൾ 17,000, അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ആണ് 5,000, 1:1 ഒക്കെ ട്രെയിൽ ചെയ്യും ചില സമയത്ത്. 1:2 എത്തിക്കഴിഞ്ഞാൽ, അതായത് 3 അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞേ, ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുവിധം ട്രേഡ്സ് ഒക്കെ എടുക്കാറില്ല. അപ്പോൾ ലോസും പ്രോഫിറ്റും ഒക്കെ ഇതിലുണ്ട്. നമ്പർ ഓഫ് ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലോസിന് എണ്ണമായിരിക്കും പലപ്പോഴും കൂടുതലുണ്ടാവുക. പക്ഷേ എന്താ വെച്ചാൽ ഓവറോൾ നമ്മൾ നല്ല റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ. എപ്പോഴും ഒരു ദിവസത്തെ ട്രേഡിൻ്റെ എണ്ണത്തിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഒരു മാക്സിമം ഒരു ദിവസം ചെയ്യുന്ന ട്രേഡിൻ്റെ എണ്ണത്തിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും റിസൾട്ട് ഉണ്ടാവും. ഒരു ലോസ് സംഭവിച്ചില്ല, 2 ലോസ് സംഭവിച്ചത് അന്ന് തന്നെ റിക്കവർ ചെയ്യാൻ നോക്കണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാമല്ലോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കാമല്ലോ ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ട്രേഡ് എടുത്തത് ഈ ഒരു ഏരിയ നിന്നായിരുന്നു. എന്താ പറയുക, വൈകിട്ട് 5:30 ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു 15 മിനിറ്റിൻ്റെയൊക്കെ ഒരു ഹയർ ലോ ജസ്റ്റ് സ്വീപ്പ് ചെയ്ത സമയത്ത് ഒരു അഗ്രസീവ് എൻട്രി എടുത്തു. നെക്സ്റ്റ് ഹയർ ഹൈൻ്റെ മുകളിൽ ടാർഗറ്റും വെച്ചു. അതായിരുന്നു പ്ലാന്. ഓക്കെ, എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ XNSൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ ലിങ്ക് വഴി ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.